ഹായ് ഫ്രണ്ട്സ്, അങ്കമാലി രുചികളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞങ്ങൾ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഞങ്ങളുടെ വളപ്പിലെ വിശേഷങ്ങളും കിളികളുടെ ശബ്ദങ്ങളും പിന്നെ അടുക്കളയിലെ പാചകവും ആണ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ താഴെ കാണുന്ന ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൂടെ ടച്ച് ചെയ്താൽ ഞങ്ങളുടെ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ ലഭിക്കുന്നതായിരിക്കും. പോകാം വീഡിയോയിലേക്ക്. പ്രകൃതി ഭംഗി കുറച്ച് ആസ്വദിക്കാം. കിളികളൊക്കെ എന്നെ കണ്ടപ്പോൾ പതുങ്ങി മാറിയിരിക്കുകയാണ് കേട്ടോ. ഇപ്പോൾ സമയം 8 മണിയായിട്ടുണ്ട്. ഇപ്പോഴൊക്കെ ഈ പച്ച പിടിച്ചതൊക്കെ കാണാൻ നമുക്ക് വല്ലാത്തൊരു കൊതിയല്ലേ. നല്ല തണുപ്പും നല്ല ഒരു അന്തരീക്ഷവും. എന്തോ 8 മണിയായിട്ട് ഇവിടേക്ക് വെയിലങ്ങനെ അധികം കടന്നു വന്നിട്ടില്ല കേട്ടോ. ചെറിയ ഇനം കിളികൾ ശബ്ദിക്കുന്നത് നമുക്ക് കേൾക്കാം. വെയിലിൻ്റെ ചൂട് കൊണ്ടാണ് വാഴയൊക്കെ ഒടിഞ്ഞു വീണു. ഇവിടെ നല്ല തണുപ്പൊക്കെ ഉള്ള സ്ഥലമാണ്. അതുകൊണ്ട് ആ വാഴയ്ക്കൊന്നും വലിയ കുഴപ്പമൊന്നുമില്ല. താഴെ വെള്ളം ഒഴുകുന്ന ചാലുണ്ട്. നല്ല പച്ചപ്പ് നിറഞ്ഞ ഏരിയ. ഇത് തീറ്റപ്പുല്ലാണ്. കിളികൾ ശബ്ദിക്കാൻ തുടങ്ങിയിട്ടോ. ഓരോരുത്തർ വന്നു തുടങ്ങി. പന്നി കയറി കെട്ടിയിരുന്ന വര പൊട്ടിച്ചു കളഞ്ഞു. പിന്നെ പൊട്ടിച്ചു കൊടുത്ത് വേറെ വര വയ്ക്കാമെന്ന് രീതിയിലുള്ള ഒരുക്കത്തിലാണ്. അപ്പോൾ അതിൽ കയറി വന്നു കഴിഞ്ഞിട്ട് അവർ ചെറുതരം കപ്പകൾ കടകളെല്ലാവരും കുത്തിമറിച്ചത് തിന്നിട്ട് പോയി. അപ്പം അതിന് പാഴ് പോക്കാൻ വേണ്ടിയിട്ട് ആണ്.
പന്നി കയറി വരുന്നുണ്ട് താഴേന്ന്. അപ്പം അതിന് ഞങ്ങൾ വല കെട്ടുകയാണ്. ഒരു വട്ടം അവിടെ വല കെട്ടിയിട്ട് അതേവരെല്ലാനും കടിച്ച് മുറിച്ച് കളഞ്ഞിട്ട് കടന്നു. അപ്പം വീണ്ടും അവിടെ കെട്ടി വീണ്ടും കെട്ടുകയാണ്. എന്താ ചൂട് കല്ലേ. വീട്ടിൽ നിന്ന് പോന്നപ്പോൾ കുറച്ച് മോര് കലക്കിയിട്ട് കൊണ്ടുപോന്നു. അപ്പോൾ ദാഹം വരുമ്പോൾ ഈ മോരൊക്കെയാണ് എടുത്ത് കുടിക്കുന്നതേ. വെണ്ണ അല്ലേ, നെയ്യ്, മഞ്ഞ നിറം, അത് മുളക്, ഇതാണ് ഇഞ്ചി മുളകും കറിവേപ്പിലയും. വെള്ളം ഒഴിച്ചപ്പോൾ ഇച്ചിരി ഉപ്പിൻ്റെ പോരായുണ്ട്. സംഭാരം ഇന്ന് ചായ തിളപ്പിക്കാൻ നോക്കിയില്ല. ഇന്ന് സംഭാരം കഴിക്കാമെന്ന് കരുതി. വെയിലിൻ്റെ തടക്കി ഇതൊന്ന് ഇച്ചിരി കൂടി കഴിച്ചോ. ഇനി അത് കെട്ടിയിട്ട് വന്നിട്ട് കഴിക്കാം പോണതിന് മുമ്പ്. ചക്ക ഒരെണ്ണം ഇട്ടുകൊണ്ടുപോയി ഒരുക്കി എടുത്ത് കറി വയ്ക്കാമെന്ന് കരുതിയാൽ കാണും. ചക്ക വെട്ടി ഉരിഞ്ഞെടുക്കാം. ചക്ക വെട്ടാണ്. ഇത് അങ്കിളുടെ വർഗം ഉണ്ടാക്കി തന്നു. രണ്ടല്ല, ഈ ഇതിവിടെ മാറിയിരിക്കട്ടെ, പിന്നെ എടുക്കാം. അതിനകത്തിടാൻ പോവാ. അതായത് ഈ എന്തുട്ട് ഇങ്ങനെ തേങ്ങ പൊതിക്കണതില്ലേ, ആ തേങ്ങ പൊതിക്കണതിലേക്ക് വെച്ചു കൊടുത്തിട്ട് തിക്കി. അങ്ങനെയാണ് ഈ ചക്ക പിളർത്തിയത്. ഇങ്ങനെ പറിച്ചെടുക്കട്ടെ കേട്ടോ. ചക്ക വെട്ടണം നോക്കി കണ്ടുപിടിച്ചോ. അപ്പം വേഗം വേഗം വിട്ട് കിട്ടും. പൂഞ്ഞിട്ടത് വേസ്റ്റ്. ക്യാമറ ഫ്രണ്ടോട്ട് വെച്ചേക്കണതായതുകൊണ്ടാണ് ഇടത് കൈ കൊണ്ട് കൈകാര്യം ചെയ്യുന്നത് നിങ്ങൾക്ക് തോന്നുന്നത്. പലരും എന്നോട് ചോദിക്കാറുണ്ട്, ഇടത് കൈ കൊണ്ടാണോ ഭക്ഷണം കഴിക്കുന്നേ എന്ന് ചോദിച്ചു. അപ്പോൾ നമുക്ക് ക്യാമറ ഫ്രണ്ടും ബാക്കും എടുക്കാമല്ലോ. അപ്പോൾ ഈ ഫ്രണ്ട് എടുക്കുമ്പോൾ ഇങ്ങനെയൊക്കെ കിട്ടുള്ളൂ. വെട്ടി കൂട്ടാൻ വെക്കണം. ഞാനിപ്പോൾ ഇതിൻ്റെ ചുളയൊക്കെ ഉരിഞ്ഞെടുത്ത് ഇന്നത്തേക്ക് ആവശ്യമുള്ളത് എടുത്തിട്ട് ബാക്കി ഞാൻ വെട്ടി കയറ്റി വയ്ക്കും. ഒരാഴ്ചക്ക് എനിക്ക് ഇനി ചക്ക തന്നെ ഇരിക്കും. ചക്കക്കുരു, മാങ്ങ, ഇതായിരിക്കും ഇവിടുത്തെ കറി.
അപ്പം അത് വെട്ടി കഴിഞ്ഞു. ഇനി ഈ ഒരു തുണ്ടൻ വെട്ടട്ടെ. അടർത്തിയെടുക്കാൻ എളുപ്പത്തിനാണ് ഇങ്ങനെ പൊളിക്കണത്. ഇവിടെ കൂന മുറിക്കാത്ത കാരണം കൊണ്ട് ഭയങ്കര കട്ടി കൂന. ഇത് നല്ല മൂർച്ചയുള്ളതാ, പേടിച്ചാണ് ഞാൻ വെട്ടണത്. എങ്ങനെ ചുളയില്ലാത്ത ഭാഗത്തിന് ഭയങ്കര കടുപ്പാണ്. അത് നോക്കിയൊക്കെ വെട്ടണം. എന്താ ചൂട്!
ചക്ക വെട്ട് കഴിഞ്ഞു. ഉരിഞ്ഞെടുത്ത ചക്ക അരിഞ്ഞ് വേവിച്ചെടുത്തതാണ്. ഉപ്പും വെള്ളം ഒഴിച്ച് വേവിച്ചെടുത്ത ചക്കയാണ്. ഒരു വിസിലടുപ്പിച്ചെടുത്തതാണ്. ഒരു വിസിലടുപ്പിച്ച് വേഗം തുറന്നു നോക്കിയാൽ അല്ലെങ്കിൽ കലങ്ങിപ്പോയാലോ എന്ന് എഴുതി വെള്ളമൊക്കെ വറ്റി. ഇനി ഞാനത് ചീഞ്ചട്ടി അടപ്പത്ത് വെച്ചേക്കാണ്. വെളിച്ചെണ്ണ ഒഴിക്കാൻ പോവുകയാണ്. ഉള്ളി ചതച്ച് വെച്ചിരിക്കുകയാണ്. വെളിച്ചെണ്ണ ഒഴിക്കാം. ഇച്ചിരി കടുകിട്ട് പൊട്ടിച്ചിട്ടാണ് ഉള്ളി ചതച്ച് തരുന്നത്. ഉള്ളി ചതച്ചതിൻ്റെ കൂടെ മുളക് പൊടി കൂടെ ഇട്ടിട്ടുണ്ട്. ഇങ്ങനെ ഇടുമ്പോൾ ആ ഉള്ളി മുറുകണതനുസരിച്ച് ആ ഇതും വഴന്നു വന്നോളും, കരിയില്ല. കടുക് ഇട്ട് നോക്കട്ടെ. പൊട്ടുന്നുണ്ട്, ഇടാണ്. ഇനി ഉള്ളി ഇടാണ്. ചക്കയിട്ട് കൂട്ടി യോജിപ്പിക്കാം. ചക്കയും ചിക്കൻ കറിയുമാണ് ഇന്ന്. ഇളക്കി യോജിപ്പിച്ചു. ചിക്കൻ കറി ഉണ്ടാക്കുകയാണ്. ചിക്കൻ കഴുകി വാരി വെച്ചിട്ടുണ്ട്. ഇതെല്ലാം ക്ലീൻ ചെയ്ത് വച്ചിരിക്കുന്നതാണ്. ഇനി കഴുകിയ ഒന്നും വേണ്ട. ഇഞ്ചി, പച്ചമുളക്, ചെറിയ ഉള്ളി, സവാള, ഉരുളക്കിഴങ്ങ്, വെളുത്തുള്ളി, പിന്നെ തക്കാളിയും അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി കറിവേപ്പിലയൊക്കെ ചേർക്കണം കേട്ടോ. അപ്പോൾ ഇതവിടെ മാറ്റി വയ്ക്കട്ടെ. കുറച്ച് എടുത്തിട്ട് പച്ചമുളക് വഴറ്റുമ്പോൾ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. പച്ചമുളക് തീ കിടക്കട്ടെ. കുറച്ച് സവാള തീ കിടക്കട്ടെ. പല ദിവസവും പല തരത്തിലാണ് ഞങ്ങൾ ഉണ്ടാക്കാറ്. ഒരു ഇത്തിരി ഇഞ്ചി ചേർത്തിട്ടുണ്ട്, ഒരിത്തിരി ചുമന്നുള്ളി ചേർത്തിട്ടുണ്ട്. ബാക്കിയിലത്തെ വഴറ്റിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇനി കറിവേപ്പിലയും കൂടി ചേർക്കട്ടെ. കറിവേപ്പിലയും കൂടി ചേർത്തിട്ട് ഇനിയും കുറച്ച് ഉപ്പ് ചേർക്കട്ടെ. ഉപ്പ് ചേർത്തു. ഒരു കുറേശ്ശെ എല്ലാം ഞാൻ ചേർക്കുന്നുണ്ട്. മഞ്ഞൾപ്പൊടിയാണ് ഇപ്പോൾ ചേർക്കാൻ പോണേ. വഴറ്റുമ്പോൾ ഇനി മഞ്ഞൾപ്പൊടി ചേർക്കേണ്ടതില്ല. മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ മുളക് പൊടിയും ചേർക്കുന്നുണ്ട്. അത് മതിയാകും. പച്ചമുളകിൻ്റെ എരിവുണ്ടല്ലോ. പോരെങ്കിൽ പിന്നെ ചേർക്കുകയും ചെയ്യാം. മല്ലിപ്പൊടി വഴറ്റുമ്പോൾ ചേർത്താൽ മതി. വേണമെന്നുണ്ടെങ്കിൽ ഇപ്പോഴും ചേർക്കാം. ഞാൻ ഇപ്പോൾ ഇട്ടേക്കുക. ഇനി വഴറ്റേണ്ട നേരത്തെ ഇനി ഇട്ട്
വഴറ്റുണ്ടല്ലോ, തുമ്മൽ വരും. അത് കാരണം ഞാൻ ഇപ്പം അങ്ങോട്ട് ഇട്ടു. ഇനി ഞാൻ ഇതിനകത്തേക്ക് വിനാഗിരി, വെളിച്ചെണ്ണയാണ് ചേർക്കാൻ പോകുന്നത്. വിനാഗിരിയും വെളിച്ചെണ്ണയും. വിനാഗിരി, ഇനി വെളിച്ചെണ്ണ ചേർത്തിട്ട് തിരുമ്മുകയാണ്. ഇനി ബാക്കി സാധനങ്ങൾ ഞാൻ വഴറ്റുന്നുണ്ട്. വഴറ്റുമ്പോൾ വഴറ്റുന്നതിൻ്റെ രുചി കൂടി കിട്ടൂല. തേങ്ങാപ്പാൽ ചേർക്കുന്നുണ്ട് കേട്ടോ. കോഴി പീസ് ചേർക്കുകയാണ്. ഇനി ഒന്ന് കൂട്ടി തിരുമ്മി വയ്ക്കാം. എന്നിട്ട് മൂടി വയ്ക്കാം. മണം പോകരുത്. കുറെ കഴിഞ്ഞിട്ടേ ഞാൻ ഇത് വെക്കണുള്ളൂ. ഇനി മസാല കൂടിയിരിക്കട്ടെ. ഒരു സ്പൂണ്, ചെറിയ സ്പൂണ്, ഒരു സ്പൂണ് പരിപ്പ് ഇട്ടിട്ടുണ്ട്. മൂടി വെച്ചേക്കുക. ഇനിയുള്ളത് വഴറ്റുകയാണ്. അതായത് സവാള, ചെറിയ ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, തക്കാളി, ഇതൊക്കെ വഴറ്റിയെടുക്കേണ്ടതുണ്ട്. അപ്പോൾ 1 മണിക്കൂർ അത് അവിടെ ഇരുന്ന് മസാലയൊക്കെ പിടിച്ചിട്ട് ഇത് ശരിയാക്കിയാൽ മതി. ഇപ്പം വേണമെങ്കിൽ ഇപ്പം ശരിയാക്കാം. ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് ചെയ്യുന്നുള്ളൂ. അപ്പം ഞാൻ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് സവാള അരിഞ്ഞതും ഇഞ്ചിയും അതിനകത്തേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി അതൊന്ന് വഴറ്റിയെടുക്കാം. ചിക്കൻ വേറൊരടപ്പത്ത് വയ്ക്കുകയാണ്. സവാള ഒരുമാതിരി വഴന്നപ്പോൾ ഞാൻ ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുക്കണം. ഇത് വെന്ത് വരുമ്പോഴത്തേനും ഇവിടെ ഇതും പാകാവും. അപ്പോൾ അത് കുറച്ചെടുത്ത് അരയ്ക്കണം. തക്കാളി ഇട്ട് കൊടുക്കാം. ഇച്ചിരി മല്ലിപ്പൊടി, ഇച്ചിരി മുളക് പൊടി, ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുകയാണ്. ഒന്നുകൂടി വഴറ്റിയിട്ട് പകുതി അരയ്ക്കണു, പകുതി കറിയിലേക്ക് ചേർക്കണം. നമ്മുടെ ചിക്കൻ കറി കിടന്ന് തിളയ്ക്കണ തിള കണ്ടോ? നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കാം. പകുതി കറിയിലേക്ക് ചേർക്കണു, പകുതി അരയ്ക്കാനായിട്ട് മാറ്റി വച്ചിട്ടുണ്ട്. ാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഒഴിച്ചു കൊടുക്കാൻ പോവുകയാണ്. ഇത്തിരി കൂടി മസാലപ്പൊടി. തീ ഓഫ് ചെയ്യാം. കറി തിളച്ചു. ഇനി